ആശാവർക്കർമാരുടെ ഇടയിൽ നിന്നും സതീശന്റെ സ്ഥിരം PR ടീമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പച്ച കള്ളവൊക്കെ അടിച്ചു. മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുക്കേണ്ടത്. മുഖ്യമന്ത്രി കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ സമരം നടത്തുകയായിരുന്നു ആശാവർക്കർമാർ. കർണാടക മുഖ്യമന്ത്രി 4ാമത്തെ 5ാമത്തെ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്നിട്ട് അവരുടെ ഓണറേറിയം 10,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സംസ്ഥാനത്തെ ഹെൽത്ത് കമ്മീഷനോട് പറഞ്ഞു, പോയി ഫ്രീഡം പാർക്കിൽ പോയി സർക്കാരിന്റെ തീരുമാനം അറിയിക്കാൻ. അവർ കൈയടിച്ച് അഭിവാദ്യം ചെയ്ത് ആ സമരം അവസാനിപ്പിച്ചു. കേട്ടല്ലോ, കർണാടക സർക്കാർ ആശാവർക്കർമാരോട് ചെയ്ത ഒരു മഹത് പ്രവർത്തനം കണ്ടില്ലേ? ഇതുപോലെ ആകണ്ടേ മുഖ്യമന്ത്രി? അത് കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ കരുതും അങ്ങ് കർണാടകയിലായതുകൊണ്ട് ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് അവിടെ പോയി നോക്കാൻ പറ്റില്ല, എൻ്റെ മാസപ്പടി പറ്റുന്ന PR-കാർക്ക് കർണാടകയിലെ ഈ വിഷയം തിരക്കി പോകണ്ട, അതുകൊണ്ട് ഞാൻ അടിക്കുന്ന പച്ച നുണ അതേപടി തൊണ്ട തൊടാതെ നാട്ടുകാർ വിഴുങ്ങുമെന്നാണ് സതീശൻ കരുതുന്നത്. സതീശൻ ഇതേ നുണ തന്നെ വൈകുന്നേരങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ അടിമകളെ കൂടി പഠിപ്പിച്ച് നേരെ ചാനൽ ചർച്ചകളിലും വിളമ്പും. അങ്ങനെ സതീശൻ്റെ ഇതേ നുണ കഴിഞ്ഞ ദിവസം രാത്രി സതീശൻ്റെ അടിമ മാതൃഭൂമി ചാനലിൽ ഉന്നയിച്ചു. ആ ഉന്നയിച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ തെളിവ് നിരത്തി പൊളിച്ചടുക്കി കൈ കൊടുത്തു ആ പച്ച നുണ. കർണാടകയിൽ അല്ലെങ്കിൽ സിക്കിമിലൊക്കെ ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പറ്റിയത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ചില വാചകമുണ്ട്. കർണാടകത്തിലുള്ളത് തരണം, കർണാടകത്തിലുള്ളത് തരണം. മാധുവിന്റെ വാട്സപ്പിലേക്ക് ഞാൻ കർണാടക ബജറ്റിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്. എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചതെന്ന്. 5,000 രൂപയാണ് കർണാടകത്തിലുള്ളത്, 1,000 രൂപ വർദ്ധിപ്പിച്ചു. The honorarium of ASHA workers will be enhanced by 1,000 by providing team-based incentive. 148ാമത്തെ പാരഗ്രാഫ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ എല്ലാ കോപ്പിയും അയച്ചിട്ടുണ്ട്. വളരെ വന്ന് പച്ചയായ നുണ പറയുക. 10,000 രൂപ എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. 5,000 രൂപയുള്ളത് 1,000 രൂപ കൂടി കൂട്ടി 6,000 എന്നാണ് കർണാടകത്തിൽ പ്രഖ്യാപിച്ചത്. 1 രൂപ പോലും കൂട്ടി കൊടുത്തിട്ടില്ല. പ്രഖ്യാപനമുണ്ട്. കേട്ടല്ലോ, കർണാടക സർക്കാർ 1,000 രൂപ കൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6,000 അത് എങ്ങനെ? ബജറ്റിലുള്ള രേഖയാണ്. ബജറ്റ് പ്രഖ്യാപനമായിട്ട് 6,000 രൂപയാക്കിയത് സതീശൻ്റെ കഥയിലേക്ക് വന്നപ്പോൾ അവിടെ ആശാവർക്കർമാർ 5ാമത്തെ ദിവസത്തെ സമരമായപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് ഹെൽത്ത് സെക്രട്ടറിയോട് പറഞ്ഞു, പോയി പറഞ്ഞരെ 10,000 രൂപയാക്കി. അവരെല്ലാം കൂടി വളഞ്ഞിരുന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കൈയടിച്ച് സ്വീകരിച്ചത്രേ. കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേണോ? ഇങ്ങനെ പാവപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി ഈ നുണയടിക്കാനായിട്ട് അതിന് കുറച്ച് മാധ്യമങ്ങളെ മാസപ്പടി കൊടുത്ത് ചുറ്റും വളച്ചു നിർത്തി എന്ത് വിടുവായത്തരോ അടിച്ചാൽ അതൊന്നും പൊളിയില്ലെന്നാണ് കരുതുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ ബജറ്റ് നോട്ടിനകത്തുള്ളത് എന്ത് കാര്യമാണ്? നടപ്പാക്കുന്ന കാര്യമാണല്ലോ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രേഖ സതീശൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ? ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് അടിക്കുന്ന ഡയലോഗാണ് സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ഏക രേഖ. ആ നാവ് വെച്ചിട്ട് അടിക്കുന്ന വാചകങ്ങൾ കേരളത്തിലെ PR ഏജൻറ്റുമാരായിട്ട് വർക്ക് ചെയ്യുന്ന മാപ്രകൾ ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങി നേരെ കൊണ്ടുവന്ന് അതേപടി കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിനെ സംബന്ധിച്ച് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് അവർ മെനക്കെടാറേയില്ല. കാര്യം മെനക്കെടാൻ പറ്റില്ല എങ്കിൽ മുതലാളിക്ക് മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന പടി മുടങ്ങത്തില്ലേ? ആ പടി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഒന്നിലും അന്വേഷണവും തിരക്കലുകളും ഒന്നുമില്ലാത്തത്. അതുകൊണ്ട് പക്ഷേ നാട്ടുകാർ കണ്ണടച്ച് വിശ്വസിക്കുമെന്നല്ല, അത് കേട്ടാൽ കൃത്യമായി പരിശോധിച്ചിട്ട് ചാനൽ ചർച്ചകളിൽ പരസ്പരം ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ രേഖകൾ സഹിതം പൊളിച്ചതാണ് നിങ്ങൾ കേട്ടത്. മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുക്കേണ്ടത്. മുഖ്യമന്ത്രി കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ സമരം നടത്തുകയായിരുന്നു ആശാവർക്കർമാർ. കർണാടക മുഖ്യമന്ത്രി 4ാമത്തെ 5ാമത്തെ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്നിട്ട് അവരുടെ ഓണറേറിയം 10,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സംസ്ഥാനത്തെ ഹെൽത്ത് കമ്മീഷനോട് പറഞ്ഞു, പോയി ഫ്രീഡം പാർക്കിൽ പോയി സർക്കാരിന്റെ തീരുമാനം അറിയിക്കാൻ. അവർ കൈയടിച്ച് അഭിവാദ്യം ചെയ്ത് ആ സമരം അവസാനിപ്പിച്ചു. കർണാടകയിൽ അല്ലെങ്കിൽ സിക്കിമിലൊക്കെ ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പറ്റിയത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ചില വാചകമുണ്ട്. കർണാടകത്തിലുള്ളത് തരണം, കർണാടകത്തിലുള്ളത് തരണം. മാധുവിന്റെ വാട്സപ്പിലേക്ക് ഞാൻ കർണാടക ബജറ്റിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്. എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചതെന്ന്. 5,000 രൂപയാണ് കർണാടകത്തിലുള്ളത്, 1,000 രൂപ വർദ്ധിപ്പിച്ചു. The honorarium of ASHA workers will be enhanced by 1,000 by providing team-based incentive. 148ാമത്തെ പാരഗ്രാഫ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ എല്ലാ കോപ്പിയും അയച്ചിട്ടുണ്ട്. വളരെ വന്ന് പച്ചയായ നുണ പറയുക. 10,000 രൂപ എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. 5,000 രൂപയുള്ളത് 1,000 രൂപ കൂടി കൂട്ടി 6,000 എന്നാണ് കർണാടകത്തിൽ പ്രഖ്യാപിച്ചത്. 1 രൂപ പോലും കൂട്ടി കൊടുത്തിട്ടില്ല. പ്രഖ്യാപനമുണ്ട്.